പുതിയ ടേണിൻ്റെ ശബരിമല ഡ്യൂട്ടി ആരംഭിക്കുകയാണ്. ഈ ആരംഭത്തിൻ്റെ ഭാഗമായി ആദ്യമായി നമ്മുടെ ഭദ്രദീപം കൊളുത്തി ഈ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ ബഹുമാനപ്പെട്ട SO ബാലകൃഷ്ണൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ. നമ്മുടെ സാധാരണ ചെയ്യുന്ന ഡ്യൂട്ടിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഡ്യൂട്ടിയാണിത്. ഇവിടെ എത്തുന്ന ഭക്തരെ, ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ കാണാൻ ഇവിടെ എത്തുന്ന ഭക്തരെ സഹായിക്കലാണ് ഇവിടെ നമ്മൾക്കുള്ള ഡ്യൂട്ടി. അങ്ങനെ സഹായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മറ്റുള്ള ക്രിമിനൽസിനോട് പെരുമാറുമ്പോൾ ചെയ്യുന്ന പെരുമാറ്റമൊക്കെ മാറ്റിവെക്കേണ്ടതുണ്ട്. ഏറ്റവും വളരെ സൗമ്യമായി അയ്യപ്പനെ മാത്രം വിചാരിച്ച് ആ ഒരു അയ്യപ്പനിൽ കേന്ദ്രീകരിച്ച് ഇവിടെ എത്തുന്ന ഭക്തരെ സഹായിക്കുമ്പോൾ സാധാരണ ക്രിമിനൽസിനോട് പെരുമാറുന്ന നമ്മുടെ പെരുമാറ്റങ്ങളൊക്കെ മാറ്റിവെച്ച് ഭക്തരെ പോലെ തന്നെ എന്താണ് നമ്മുടെ തത്വമസി എന്നുള്ള ആ ഒരു ആപ്തവാക്യം നമ്മൾ ഓരോരുത്തരുടെ മനസ്സിലും ദൈവമുണ്ട് എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെയുള്ള ഒരു ഡ്യൂട്ടിയാണ് നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും അയ്യപ്പനും അതുപോലെ ഡിപ്പാർട്ട്മെന്റിനും പ്രതീക്ഷിക്കുന്നത്. കേരള പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമേജ് ബിൽഡിംഗ് ആയ ഒരു ഡ്യൂട്ടിയാണിത്. നിങ്ങൾ ഇവിടെയുള്ള ഭക്തരോട് അതിന് ഏറ്റവും കൂടുതൽ കർണാടക, തമിഴ്നാട്, അതുപോലെ തന്നെ ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ വന്ന് ശബരിമല അയ്യപ്പനെ തൊഴാനായി വരുന്നത്. എന്താണ് അവിടുത്തെ പോലീസും കേരള പോലീസ് എന്താണ് ഇന്ത്യയിൽ നമ്പർ 1 ആകുന്നത് എന്ന് കാണിച്ചു കൊടുക്കേണ്ട ആൾക്കാരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരും. നിങ്ങൾക്ക് ഈ അയ്യപ്പന്മാർ നിങ്ങളിൽ നിന്നും വേറെ ഒന്നും പ്രതീക്ഷിക്കുന്ന ഏറ്റവും നല്ല പെരുമാറ്റമാണ്. അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ദർശനം കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു പെരുമാറ്റമാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്ത് നിന്നുള്ള എല്ലാ ഭക്തന്മാരും പ്രതീക്ഷിക്കുന്ന പെരുമാറ്റമാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ടഫ് സിറ്റുവേഷനിൽ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെങ്കിലും അയ്യപ്പ ഭക്തന്മാരുടെ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുമ്പോഴാണ് നമ്മൾ കേരള പോലീസിന്റെ മഹത്വം വർദ്ധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലും ചിലപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കണം. 4-5 മണിക്കൂർ കഠിനമായ 3 കിലോമീറ്റർ 4 കിലോമീറ്ററുള്ള മല ചവിട്ടി 4-5 മണിക്കൂർ ക്യൂ നിന്ന് ഇവിടെ എത്തുമ്പോൾ ചിലപ്പോൾ അവർക്ക് ചെറിയ ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത്. ആ ഫ്രസ്ട്രേഷൻ നിങ്ങളും അതേപോലെ ഫ്രസ്ട്രേഷൻ അവരോട് കാണിക്കരുത്. അവര് ആ ഒരു സിറ്റുവേഷനിലാണ് വരുന്നത് എന്ന് ഓരോ പോലീസ് ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ ഉണ്ടാവണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നത് തന്നെ മഹാഭാഗ്യമാണ്. മാനവ സേവയാണ് ഏറ്റവും വലിയ മാധവ സേവ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ ഈ അയ്യപ്പന്മാർ ഇത്രയും കഷ്ടപ്പെട്ട് വരുന്ന അയ്യപ്പന്മാർ അവിടെ സോപാനത്ത് വരുമ്പോൾ നമ്മുടെ ആൾക്കാർ ആ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ സമയത്ത് എല്ലാ സമയത്തും നിങ്ങൾക്ക് 1-2 പ്രാവശ്യം തൊടാം. എല്ലാ സമയത്തും അയ്യപ്പന്മാർക്ക് സാധാരണ സ്വാമിമാർക്ക് തടസ്സമാകുന്ന രീതിയിൽ എല്ലാ ദിവസവും അവിടെ ഡ്യൂട്ടിയിലെ ആൾക്കാർ, തൊട്ടടുത്ത ഡ്യൂട്ടിയിലെ ആൾക്കാർ ആ തിരുനടയെ നിൽക്കരുത് എന്നാണ് എൻ്റെ വിനീതമായൊരു അപേക്ഷ. അത് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വളരെ നല്ല രീതിയിൽ പല സംസ്ഥാനങ്ങളിലുമുള്ള ആൾക്കാരോട് നമ്മുടെ പോലീസിൻ്റെയും നമ്മളെ തനതായുമുള്ള ഒരു വ്യക്തിത്വം പ്രകടമാക്കാനും അവരെ സഹായിക്കാനുമുള്ള സാഹചര്യം, ആ സാഹചര്യം നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നല്ല രീതിയിൽ ടേൺ പൂർത്തിയാക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം നിങ്ങൾ നടപ്പിലാക്കുമെന്നുള്ള ഉറപ്പാണ്. എല്ലാവർക്കും എല്ലാ ആശംസകളും.